നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് മാസം 10 മുതൽ ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ശനി 12-ൽ, 11-ൽ രാഹു, 3-ൽ വ്യാഴവും ശുക്രനും, 4-ൽ സൂര്യനും ബുധനും, 5-ൽ കേതു, 6-ൽ ചൊവ്വ. ശുക്രൻ ഇവർക്ക് ഗുണകരമായിട്ട് നിൽക്കുന്നു, അതുപോലെ ബുധനും ഗുണമായിട്ട് നിൽക്കുന്നു. 5-ലെ കേതു, 6-ലെ ചൊവ്വ ഗുണമാണ്. 5-ലെ കേതു, 11-ലെ രാഹു ഗുണമാണ്. 12-ലെ ശനിയും 3-ലെ വ്യാഴവുമാണ് താരതമ്യേന ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം എന്ന് പറയാവുന്നത്. എന്നാൽ ഈ ആഴ്ചയിലെ ഫലം പറയുമ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, പിന്നീട് ആഴ്ചയുടെ നേർപകുതി, അതായത് പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങളും ഇവർക്ക് വളരെ ഗുണമാണ്. അതായത് തുടക്ക ദിവസങ്ങൾ ഞായറും തിങ്കളും സാമ്പത്തികമായി വളരെ നേട്ടമുള്ള ഒരു ദിവസമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഇവർക്ക് ജോലിക്ക് പുറമേ എന്തെങ്കിലും കഴിവുകളോ പ്രവർത്തനങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം സമാന്തര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടം കാണുന്നു. അതുപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടാനുമൊക്കെ അന്നത്തെ ദിവസം സാധിക്കുന്നതായിട്ട് കാണുന്നു. കാരണവസ്ഥാനത്തുള്ളവരെ ബഹുമാനിക്കുക, കുടുംബത്തിലെ കാരണവന്മാരുടെ അല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ളവരുമായി ബന്ധപ്പെട്ടോ പ്രായാധിക്യമുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടോ സന്തോഷം പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള യാത്രകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീറ്റിങ്ങുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ കാണുന്നു. അതിനുശേഷമുള്ള 2 ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായിട്ട് അമിത ചിലവിൻ്റെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശേഷമുള്ള ദിവസങ്ങൾ വളരെ ഗുണകരവുമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ശനിയാഴ്ച ഉച്ചവരെയുള്ള ദിവസങ്ങൾ, അതായത് ആദ്യത്തെ 2 ദിവസങ്ങൾ ഞായർ തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വ ബുധൻ അമിത ചിലവിൻ്റെ ദിവസമാണ്. വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരവുമാണ്. അപ്പോൾ പൊതുവെ ഈ ആഴ്ച മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും, പ്രവർത്തനങ്ങളിൽ പുതിയ ചില ആശയങ്ങൾ കൊണ്ടുവരാനും അതനുസരിച്ച് അവരുടെ കർമ്മരംഗത്തെ അവരുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ സാമ്പത്തിക നേട്ടം ഉണ്ട് ഈ ആഴ്ച. എന്നാൽ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഈ 7.5 ശനി തുടക്കത്തിൻ്റെയും അതുപോലെ തന്നെ വ്യാഴം അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നതിൻ്റെയും ചില അവസ്ഥകളെങ്കിലും അവരെ പിന്തുടരാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വാഹനം ഓടിക്കുമ്പോഴും അതുപോലെ മാതാവുമൊത്ത് ദീർഘദൂര യാത്രകളൊക്കെ സഞ്ചരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. മാതാവിന് തന്നെ കണ്ണിന്, ഹൃദയത്തിന്, ഞരമ്പിനൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാവ് മാത്രമല്ല, രക്ഷാകർതൃ സ്ഥാനത്ത് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതകൾ ഉണ്ടാകാം. ഇതൊന്നും ഉണ്ടാകണം എന്ന് നിർബന്ധമല്ല, ഉണ്ടാകാനുള്ള സൂചനകൾ കാണിക്കുന്നുണ്ട്, അതാണ് പറയുന്നത്. എന്നാൽ ഈ വ്യക്തികൾ അവരുടെ ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ വൈദഗ്ധ്യം, അവരുടെ കഴിവ് അനുസരിച്ച് നന്നായി അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന് കാണുന്നു. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നും കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും അതുപോലെ നേർപകുതിക്കടുത്തുള്ള ദിവസങ്ങളും ഇവർക്ക് ഗുണകരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഉദര സംബന്ധമായിട്ട് ചില ശസ്ത്രക്രിയകൾ ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഗർഭാശയ സംബന്ധമായോ അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ ലോവർ അബ്ഡമിൻ ഭാഗത്തോ എന്തെങ്കിലുമൊക്കെ ശസ്ത്രക്രിയ ആവശ്യമുള്ള കാലമാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഒരു അഡ്വൈസ് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് ഈ സമയത്ത് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ അത്തരം ആവശ്യകതകൾ ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ കടബാധ്യതയിൽ നിന്നും മോചനമുണ്ടാകുക. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ധനം വരുന്നതുകൊണ്ട് ഇവർക്ക് പണ്ടുണ്ടായിരുന്ന ബാധ്യതകൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ നഷ്ടപ്പെട്ടിരുന്ന പണമോ മറ്റു വസ്തുക്കളോ ഇവർക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും ഈ ആഴ്ചയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ഗുണകരം. എന്നാൽ ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ സന്താനങ്ങൾക്കും ചെറിയ ശാരീരികമായ അവശതയോ വിദ്യാഭ്യാസ സംബന്ധമായ എന്തെങ്കിലും മുടക്കമോ ദോഷമോ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 10, 11, പിന്നെ 14, 15, 16 ഉച്ചവരെ.
അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തര, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ആദ്യ പകുതിയും അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷവും വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടവും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലുമാണ് ഇവർക്ക് ഈ ആഴ്ചയിലെ ഈ ദിവസങ്ങൾ ഗുണമായി നിൽക്കുന്നത്. ദീർഘദൂര യാത്ര നടത്താനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളും യാത്രകളും ഉണ്ടാവും ഈ ദിവസങ്ങളിൽ. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹവസിക്കാനും അവരുമായി നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കുന്നു. മനസ്സന്തോഷം ലഭിക്കുന്ന ഒരു തുടക്ക ദിവസങ്ങളാണ് ഇവർക്ക് ഈ ആഴ്ചയിൽ. സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നു. ലോട്ടറി വരെ അടിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാഗ്യാനുകൂല്യങ്ങൾ ഈ ആഴ്ചയിൽ ഇവർക്ക് വർദ്ധിച്ചു നിൽക്കുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ പ്രവർത്തന രംഗത്തും ഇവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മുടക്കമോ വൈമനസ്യമോ മേലധികാരികളുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഇവർക്കുണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവേ ഇവരുടെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവും വളരെ മനസ്സന്തോഷം ഇവർക്ക് സമ്മാനിക്കുമെന്ന് കാണുന്നു. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമുള്ള ഒരു 2-2.5 ദിവസങ്ങൾ ഇവർക്ക്, അതായത് ആദ്യത്തെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ കഴിഞ്ഞിട്ട് വ്യാഴം, വെള്ളി, ശനി ഉച്ചവരെയുള്ള ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദോഷങ്ങളോ പ്രശ്നങ്ങളോ അല്ല, നീർദോഷ സംബന്ധമായ അസുഖമോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം ചിലവഴിക്കേണ്ടി വരുന്നതായിട്ടോ അല്ലെങ്കിൽ ആശുപത്രി വാസത്തിനോ വകുപ്പ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവരുടെ കർമ്മരംഗത്തിൽ നിന്ന് ഇവർക്ക് ഈ ദിവസങ്ങളിൽ വിട്ടുനിൽക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നു. അത് പ്രത്യേകമായി കാണുക. പക്ഷേ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ തൃപ്തി വരികയും കർമ്മരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ സഹോദരങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ ആളുകളോട് നല്ല രീതിയിൽ ഇടപെട്ടും ബന്ധുമിത്രാദികളുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുമൊക്കെ ഇവർക്ക് മറ്റുള്ളവർക്ക് ഉള്ളിൽ സന്തോഷം ജനിപ്പിക്കാനും സ്വയം സന്തോഷവാന്മാരായി മാറാനും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇടവക്കൂറുകാർക്ക്. പൊതുവേ വലിയ ദോഷങ്ങൾ ഈ ആഴ്ച ഇവർക്ക് കാണുന്നില്ല. ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തീയും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെടുമ്പോഴും ശ്രദ്ധിക്കുക. സന്താനങ്ങളെ കൊണ്ട് സാഹസിക യാത്രകൾ ചെയ്യാതിരിക്കുക. അത്തരം കാര്യങ്ങളാണ് ഇവരോട് പറയാനുള്ളത് ഈ ആഴ്ച. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 10, 11, 12, 13, പിന്നെ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞും താരതമ്യേന ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ കഴിഞ്ഞാൽ, ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ വിജയവും തങ്ങളുടെ വ്യക്തിത്വത്തിൽ തന്നെ ഒരു ഉന്നതി ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കർമ്മങ്ങളിൽ ഇവർ ഏർപ്പെടുകയും അതിൽ വിജയമുണ്ടാകുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും കർമ്മരംഗത്ത് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും ഇവർക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും. തൽക്കാലത്ത് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. എവിടെ തങ്ങുന്നു, ഓഫീസിലായാലും തറവാട്ടിലായാലും വാടക വീട്ടിലായാലും അല്ലെങ്കിൽ സ്വന്തം വീട്ടിലായാലും, തറവാടുമ്പോൾ കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലായാലും ഒക്കെ തന്നെ ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ തന്നെ ചില അശ്രദ്ധകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ആളുകളോട് ക്ഷോഭിച്ച് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കർമ്മരംഗത്തും അല്ലെങ്കിൽ തങ്ങുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള അസ്കിതകൾ, അവസ്ഥകൾ, ദോഷാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത. അസ്വസ്ഥതകൾ മാത്രമാണ്, അത് പാടെ തകർക്കുന്ന ഒരവസ്ഥയൊന്നുമല്ല. പക്ഷേ മനസ്സ് കൈവിട്ടു പോകുന്ന ചില അവസ്ഥകൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗത്ത് പ്രത്യേകിച്ചും നയന സംബന്ധമായിട്ട് ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില മേലധികാരികളുമായി തർക്കങ്ങളോ പ്രശ്നങ്ങളോ വരുന്നതിനാൽ ഇവർക്ക് കിട്ടേണ്ടുന്ന ധനം, പ്രത്യേകിച്ചും ഇവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശമ്പളത്തിൻ്റെ അവസ്ഥയിലോ അല്ല മറ്റേതെങ്കിലും പ്രതിഫലത്തിൻ്റെ കാര്യത്തിലോ ചിലപ്പോൾ ചില തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഏറ്റവും സൗമ്യമായി ആളുകളോട് ഇടപെടണം എന്നാണ് ഇവരെക്കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെയാണെങ്കിലും ഈ പ്രവർത്തനങ്ങളിൽ ഇത്തരം നഷ്ടങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ ഇത്തരം തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിലും ഇതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു മനസ്ഥൈര്യം ഇവർക്കുണ്ട്. ഉറച്ച മനസ്സോടുകൂടി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നൊരവസ്ഥ ഇവർ കൃത്യമായി കാണുന്നുണ്ട്.
അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും കാണുന്നില്ല. ചില യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും എന്ന് കാണുന്നു. പിതാവിന് അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും ത്വക്ക് സംബന്ധമായ രോഗമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാർക്കോ അല്ലെങ്കിൽ ഇവരുടെ സന്തതികൾക്കോ ചിലപ്പോൾ ചില ചെറിയ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പക്ഷേ അതൊന്നും ദീർഘകാലം നിൽക്കുന്ന തടസ്സങ്ങളല്ല, അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ കർമ്മരംഗത്ത് ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്നൊരു മനസ്സും അതിന് തക്കവണ്ണമുള്ള പ്രാപ്തിയും ഉള്ളതിനാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം എന്തായാലും ഈ ആഴ്ച ഇവർക്ക് ഉണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ചും ആഴ്ചയുടെ 2ാം പകുതിയിൽ സാമ്പത്തിക നേട്ടം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് മുഖം, കഴുത്ത് ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും നീർവീഴ്ചയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അലർജി അസുഖങ്ങളുടെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. പിന്നെ കണ്ണ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വാഹനം ഇവഴും വളരെ സൂക്ഷിച്ച് ഓടിക്കണം. പ്രത്യേകിച്ച് അയൽപക്കവുമായും ഒക്കെ ബന്ധമുണ്ടാകാം വാഹനത്തിൻ്റെ പേരിലൊക്കെ. അതുകൊണ്ട് വാഹനം പാർക്ക് ചെയ്യുന്ന കാര്യത്തിലും അത് ഉപയോഗിക്കുന്ന കാര്യത്തിലുമൊക്കെ അങ്ങേയറ്റത്തെ ചിട്ടയും പ്രശ്നങ്ങളും വേണം എന്ന് തന്നെയാണ് ഈ ആഴ്ചയും ഇവർക്ക് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14, 15, 16 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ചുണയും ചുറുചുറുക്കുമൊക്കെ കാണിക്കുന്നത് കൊണ്ട് ഇവർക്ക് തങ്ങളുടെ പ്രവർത്തന രംഗത്ത് നന്നായി ശോഭിക്കാൻ സാധിക്കും. പക്ഷേ അധികം സംസാരിക്കരുത് കർക്കിടകക്കൂറുകാർ ഇപ്പോൾ എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. പെട്ടെന്നായിരിക്കാം വികാര വിക്ഷോഭത്താൽ ഇവർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. അത് ചിലപ്പോൾ ആൾക്കാരുമായി ഇടയുന്നതിനും എവിടെ ഇവർ ഇടപെടുന്നോ അവിടെ ചില അന്തർക്ഷോഭങ്ങൾ ഉണ്ടാകാനുമൊക്കെ കാരണമാകാം. അത് മാനസികമായ വിഷമത്തിനും ചിലപ്പോഴെങ്കിലും ശാരീരികമായ വിഷമത്തിലുമൊക്കെ കൊണ്ടെത്തിക്കാം. അതുകൊണ്ട് അങ്ങേയറ്റത്തെ സംയമനം പാലിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇപ്പോഴും ഇവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇവർ പങ്കെടുക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് മതിപ്പുണ്ടാകുമെങ്കിലും ഒടുവിൽ ചില വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും. അപ്പോൾ തോന്നും, എന്തിനായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ താൻ ഇറങ്ങി തിരിച്ചത് എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാകാം. അത്തരം ആശങ്കകൾ ഉണ്ടാകാം. സ്വന്തം ദേഷ്യത്താലോ അല്ലെങ്കിൽ വികാര വൈവിശ്യത്താലോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അതും ആളുകൾക്ക് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. സഹോദരന്മാരുമായി പിണങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സഹോദരന്മാരിൽ നിന്ന് ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഗുണമുണ്ടാകാനും സാധ്യത കാണുന്നു. അതുപോലെ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും മനസ്സ് കൈവിട്ടു പോകാതെ അവരോടൊപ്പം ഉണ്ട് എന്നുള്ളതൊരു ഈശ്വര അധീനമാണ്. കാരണം വളരെ ഉറച്ച മനസ്സോടുകൂടി പ്രതിബന്ധങ്ങളെ എതിർത്തുകൊണ്ട് ഇവർക്ക് മുന്നേറാനുള്ളൊരു മനസാന്നിധ്യമെങ്കിലുമുണ്ട്. എന്നാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ തൊട്ടയൽപക്കവുമായോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുമായോ ഒക്കെ ഒരു ശണ്ടയുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം, അങ്ങേയറ്റത്തെ കരുതൽ വേണം, പ്രാർത്ഥന വേണം, സംയമനത്തോടുകൂടി വാക്കും പ്രവൃത്തിയും വേണം എന്ന് വേണം പറയാൻ. അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നതിനാൽ ആശങ്കകൾ ഉണ്ടാകാം. ചിലപ്പോൾ ചുറ്റുമുള്ളവർ തങ്ങളെ അധിക്ഷേപിക്കുന്നുവെന്നും തങ്ങളുടെ കുറ്റം കണ്ടെത്തുന്നുവെന്നും വിമർശിക്കുന്നുവെന്നുമൊക്കെ ഇവരുടെ തോന്നലുമാവാം. കാരണം ആശങ്കകൾ ആണല്ലോ എപ്പോഴും അഷ്ടമരാശി ജനിപ്പിക്കുക. അത് ഇവർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ മനസ്സോടുകൂടി, ആരോഗ്യമുള്ള മനസ്സോടുകൂടി നിൽക്കുക, പ്രാർത്ഥിക്കുക. ഇതുമാത്രമാണ് പറയാനുള്ളത്. സാമ്പത്തികമായിട്ട് ഇവർക്ക് ആഴ്ചയുടെ 2ാം പകുതി വളരെ ഗുണകരമാണ്. സാമ്പത്തികം പ്രവർത്തനങ്ങളിലെ വിജയവും സാമ്പത്തിക നേട്ടവും കൃത്യമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നടന്നു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില യാത്രകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളോ അതുമായി ബന്ധപ്പെട്ട ജോലിയോ ഇത്തരം കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ആഴ്ചയുടെ 2ാമത്തെ പകുതിയിൽ ഇവർക്ക് വരുന്നതായിരിക്കും. ഈ ആഴ്ചയിൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 16 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കർക്കിടകക്കൂറിലെ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ധനസഹായം വരാം എന്ന് കാണുന്നുണ്ട്. നട്ടെല്ല് സൂക്ഷിക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ 11-ൽ നിൽക്കുന്ന ശുക്രനും അതുപോലെ വ്യാഴവും 12-ൽ നിൽക്കുന്ന ബുധൻ അതുപോലെ
ആണ് ഇവർക്ക് കൂടുതൽ അനുകൂലമായി നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന രാഹു, അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി, 2-ൽ നിൽക്കുന്ന ചൊവ്വ, 12-ൽ നിൽക്കുന്ന സൂര്യൻ, ഇതൊക്കെ താരതമ്യേന ദോഷമാണ്. ജന്മലഗ്നാധിപനാണ് 12-ൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിൻ്റെ പ്രാപ്തിക്കുറവ് ഒരു പ്രധാന വിഷയമായി വരാം. ചിലപ്പോൾ മനസ്സിൻ്റെ ഉണർവ് കുറവായി വരാം. അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ഒരു തെളിമയുണ്ടാകാനുള്ള സാധ്യതയും അല്പം കുറയാം. അഷ്ടമത്തിൽ ശനി ഇത്തരം ദോഷങ്ങളെ വർദ്ധിപ്പിക്കാം. രാഹു തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന മതിപ്പിന് എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ള ആശങ്ക ഇവരിൽ തന്നെ ജനിപ്പിക്കാം. കുടുംബത്തിൽ സന്ദേഹങ്ങളുണ്ടാകാം. ബന്ധങ്ങളിൽ ചിലപ്പോൾ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യണം. സുതാര്യത അത്യാവശ്യമായി നിലനിർത്തണം. ആരോഗ്യ സംബന്ധമായും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഇത്തരം അവസ്ഥകളുമായി ബന്ധപ്പെട്ടോ മുന്നോട്ട് പോകുമ്പോഴായിരിക്കാം ഇവർക്കും മാനസിക വിക്ഷോഭങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ തോന്നുകയും ഒക്കെ ചെയ്യുക. കടുത്ത വിമർശനങ്ങൾ ഇവരും മറ്റുള്ളവരെക്കുറിച്ച് ഉയർത്താം ഈ സന്ദർഭങ്ങളിൽ. അതുകൊണ്ട് തന്നെ ദോഷമുണ്ടാകാനുള്ള സാധ്യത, ഏറ്റവും അടുത്ത് ഇടപഴകുന്ന വ്യക്തികൾ, അയൽക്കാർ, ഇവരുമൊക്കെയായി തെറ്റി നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുമായി കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തങ്ങളുടെ മേലധികാരികളുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട ശമ്പളത്തിൻ്റെയോ പ്രതിഫലത്തിൻ്റെയോ കാര്യത്തിൽ കണിശവും കാർക്കശ്യവും കാണിക്കുന്നതിനാലും ചില അപ്രിയങ്ങൾ ഉണ്ടാകാം. എന്നാൽ സാമ്പത്തികമായിട്ട് ഇവർക്ക് പല വിധത്തിലുള്ള വരുമാന സാധ്യതകൾ കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ഇവർക്ക് ദോഷം വരുത്തുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ നേരത്തെ ആസൂത്രണം ചെയ്തിരുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് സാമ്പത്തിക നേട്ടം കൃത്യമായി കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ സംതൃപ്തി ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ, ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കണ്ണിന് എന്തെങ്കിലും ത്വക്കിനും കണ്ണിനും എന്തെങ്കിലും ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി വിനിയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഇവർക്ക് മുഴുകാൻ സാധിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഒരു തപസ് പോലെ പോകുന്നതാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കൂടുതൽ ഗുണകരം. ആളുകളോട് സംസാരിക്കാൻ പോവുക, അതൊരു കാർക്കശ്യത്തിലേക്കോ വഴക്കിലേക്കോ പോവുക, ഇത്തരം ശ്രമങ്ങൾ പാടെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. വാഹനം സൂക്ഷിച്ചോടിക്കണം. അതുപോലെ തന്നെ അപരിചിതരുമായും മോശം എന്ന് തങ്ങളുടെ മനസ്സിൽ വിലയിരുത്തുന്നവരുമായൊക്കെ ഇടപഴകുന്ന കാര്യത്തിൽ അത് പുരുഷനായാലും സ്ത്രീ ആയാലും ശ്രദ്ധിച്ച് തന്നെ വേണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപവാദങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 10, 11, അത് കഴിഞ്ഞാൽ പിന്നെ 16 ഉച്ച കഴിഞ്ഞും നല്ലതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗുണകരമായി നിൽക്കുന്നത് 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും അതുപോലെ 11-ൽ സഞ്ചരിക്കുന്ന സൂര്യനും ബുധനും ആണ്. 10-ൽ സഞ്ചരിക്കുന്ന വ്യാഴവും 10-ൽ സഞ്ചരിക്കുന്ന ശുക്രനും വലിയ ദോഷത്തെ ചെയ്യില്ല, എന്നാൽ ഗുണത്തെയും ചെയ്യാൻ സാധ്യതയില്ല. ശുക്രൻ 10-ൽ ദോഷത്തെ ചെയ്യുമെന്നാണ് ചാരവശാലുള്ള പ്രമാണം. എന്നാൽ വ്യാഴവും 10-ൽ കണ്ടകവ്യാഴൻ എന്ന് പറയുന്നു. വ്യാഴത്തെ നമുക്ക് 4ഉം 7ഉം ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്ന വ്യാഴം പോയി ബുധൻ്റെ രാശിയിൽ നിൽക്കുന്നു. എന്നാൽ 9ാം ഭാവാധിപനായ ശുക്രൻ, 2ഉം 9ഉം ഭാവാധിപനായ ശുക്രൻ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ ഇവിടെ ശുക്രൻ്റെ ബലത്തെ വേണം നമുക്ക് ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്തും വരുമാന രംഗത്തും ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനായ ശുക്രൻ വന്ന് നിൽക്കുന്നതിനാൽ ഭാഗ്യമുണ്ട് എന്ന് തന്നെ തീരുമാനിക്കണം. അതായത് ധനം ഇവരിലേക്ക് വന്നു ചേരാം. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ശ്രേയസ് ഉണ്ടാകാം. അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് മതിപ്പുണ്ടാകാം. തങ്ങളുടെ സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും ഗുണമുണ്ടാകാം. കന്നിക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേന ഭാഗ്യമോ ഗുണമോ എന്തെങ്കിലുമൊക്കെ സുഖസൗകര്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനം, പുതിയ വസ്ത്രം, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ, ഇതൊക്കെ നടക്കാം. അതുപോലെ തന്നെ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്കും പുരുഷന്മാരിൽ നിന്ന് ഗുണമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രണയത്തിൻ്റെ സാഫല്യം അടയുന്നതായി കാണുന്നു. അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. ഉദരസംബന്ധമായി ചില അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുറുമുറുപ്പിൻ്റെയെങ്കിലും ഭാഷയിൽ അല്ലെങ്കിൽ അവ്യക്തതയിലെങ്കിലും വിമർശനങ്ങൾ ഇപ്പോഴും ഇവരെ പിന്തുടരുന്നു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അത് കർമ്മരംഗത്തുള്ള ശുക്രൻ്റെ ഇടപെടലൊക്കെ കൊണ്ട് വർദ്ധിക്കാനാണ് സാധ്യത.
ഈ വ്യക്തികൾക്ക് ഉണ്ടാകാവുന്ന ചില പ്രത്യേക വ്യക്തിത്വത്തിൻ്റെ ഗുണമായി ഉണ്ടാകാവുന്ന ചില ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് കുടുംബ ബന്ധത്തെയും അതുപോലെ തന്നെ നിലനിൽക്കുന്ന ചില ബന്ധങ്ങളെയുമൊക്കെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മറ്റ് ദോഷങ്ങളൊന്നും ഇവർക്കില്ല. കുറച്ച് ആത്മീയമായി ചിന്തിക്കുകയും ആ തരത്തിൽ മുന്നേറാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനസ്സ് ഈ ആഴ്ച എന്തായാലും ഇവർക്കുണ്ടാകും. പൊതുവെ ഇവരുടെ യാത്ര കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലെയും ഒക്കെ കാര്യങ്ങളിൽ വിജയം കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടവും കാണുന്നുണ്ട്. തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നന്നായി ഉയരാൻ സാധിക്കുമെന്ന് കാണുന്നു. മേലധികാരികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ രോഗാവസ്ഥകൾ എന്ന് പ്രധാനമായി പറയുമ്പോൾ ഇവർക്കിപ്പോൾ ഉണ്ടാകാൻ സാധ്യത അണുബാധ, അതുപോലെ തന്നെ ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്കും ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 10, 11, 12, 13 ആണ്. അതായത് ആഴ്ചയുടെ ആദ്യ പകുതി. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രനും വ്യാഴവും ഒരുമിച്ച് 9-ൽ നിൽക്കുന്നു. 10-ൽ സൂര്യനും ബുധനും നിൽക്കുന്നു. 11-ൽ കേതു നിൽക്കുന്നു. 6-ൽ ശനി. ഈ പറഞ്ഞ ഗ്രഹങ്ങളൊക്കെയും ഇവർക്ക് ഗുണകരമായിട്ടാണ് ആചാര്യന്മാരുടെ അഭിപ്രായ പ്രകാരം നിലനിൽക്കുന്നത്. അതായത് 6-ലെ ശനി നല്ലതാണ്. 3, 6, 11 ശനിക്ക് ഗുണം എന്ന പ്രമാണം അനുസരിച്ച് ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ഗുണത്തെ ചെയ്യണം. അതുപോലെ 9-ൽ നിൽക്കുന്ന വ്യാഴവും ശുക്രനും ഗുണത്തെ ചെയ്യണം. അതുപോലെ 10-ൽ നിൽക്കുന്ന സൂര്യൻ കർക്കിടക രാശിയിലായതുകൊണ്ട് സൂര്യൻ ഒരല്പം മങ്ങലുണ്ടെങ്കിലും 10-ാം ഭാവം കൊണ്ട് സൂര്യൻ ഗുണവാനാണ്. 10-ൽ നിൽക്കുന്ന ബുധനും ഗുണവാനാണ്. 11-ലെ കേതു, 11-ൽ ഏത് ഗ്രഹവും ഗുണമാണ്. രാഹു കേതുക്കളുടെ സ്വാധീനം ഒരുമിച്ച് 11-ൽ വരുന്നുണ്ട്. അതുകൊണ്ട് നേട്ടത്തിൻ്റെ സ്ഥാനത്തിൽ കേതുവിൻ്റെ നിലയും നല്ലതാണ്. 12-ലെ ചൊവ്വ ശ്രദ്ധിക്കണം. അതും 2ഉം 7ഉം ഭാവാധിപനായ ചൊവ്വയാണ് 12-ൽ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ മുറിവോ ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ ജീവിത പങ്കാളിയുമായി മാനസികമായി തെറ്റി നിൽക്കുന്നൊരവസ്ഥ വരാം. അത്തരം കാര്യങ്ങളെ വലിയ ദോഷമല്ല 12-ലെ ചൊവ്വ. അതുകൊണ്ട് വലുതായിട്ട് അതിനെ ചിന്തിക്കേണ്ടതില്ല. ബാക്കി ഗുണങ്ങളാണ് കൂടുതലായി പറയേണ്ടത്. ഈശ്വരാനുഗ്രഹം നല്ലവണ്ണമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ഇവരുടെ കാര്യങ്ങൾ നടക്കണം. മനോവിഷമങ്ങൾ മാറണം. ബാധ്യതകൾ കുറഞ്ഞു തുടങ്ങണം. സാമ്പത്തികമായ നേട്ടം ധനത്തിൻ്റെ രൂപത്തിലും വസ്തുവകകളുടെ രൂപത്തിലും വ്യാപാരത്തിൻ്റെ രൂപത്തിലും പുതിയ ശ്രമങ്ങളുടെ രൂപത്തിലുമൊക്കെ ഇവരുടെ മുന്നിലെത്തുന്നതായി കാണുന്നുണ്ട്. കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. പുതിയ ആശയങ്ങൾ കൈവരുന്നു. ഇവരുടെ പക്കലുണ്ടായിരുന്ന, അതായത് ഈ പറയുന്ന തുലാക്കൂറിൽപ്പെട്ടവരുടെ കൈവശമോ മനസ്സിലോ ഉണ്ടായിരുന്ന ഐഡിയാസ്, ആശയങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. പുതുതലമുറയുടെ ഇടപെടൽ കൂടുതൽ ഗുണകരമായിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഇവർക്ക് ഗുണമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, എല്ലാ കാര്യങ്ങളും ഒത്തുവന്നാലും ഒരു വല്ലാത്ത പേടി ഇവരുടെ പിന്തുടരുന്നുവെന്ന് കാണണം. കാരണം ഒന്ന്, തങ്ങളുടെ മനസ്സിൻ്റെ അകാരണമായ സ്വവിമർശനം, ആത്മവിമർശനങ്ങളാകാം. 2, ഇവരുടെ സന്താനങ്ങളെ ചൊല്ലി ആകുലപ്പെടുന്നു. പിന്നെ ശാരീരികമായ അവശതയും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ ഗർഭാശയ സംബന്ധമായ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്കും അവരുടെ മുഖം, അതുപോലെ തന്നെ ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, ജെനിറ്റൽ ഓർഗൻസ്, തുടയിടുക്കുകൾ, ഈ ഭാഗങ്ങളൊക്കെ ഇൻഫെക്ഷനോ മറ്റ് സ്കിൻ ഡിസീസോ അല്ലെങ്കിൽ അപകട സാധ്യതകളോ ഉണ്ടാകാനുള്ള സാധ്യതയും തീർച്ചയായും ചിന്തിക്കണം. അത്തരം കാര്യങ്ങളെക്കുറിച്ചും അതാണ് പ്രധാനമായിട്ട് ഇവരെക്കുറിച്ച് പറയാനുള്ളത്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14, 15, 16 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമായി നോക്കേണ്ടത് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, ആഴ്ചയുടെ 2ാം പകുതിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണം. ആദ്യ പകുതിയിൽ പ്രവർത്തന രംഗത്ത് ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ, ഇപ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾക്ക് എന്തെല്ലാം പ്രതിവിധി ഉണ്ടാകാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിദഗ്ധരുമായിട്ടൊക്കെ ചേർന്നോ അല്ലെങ്കിൽ ചില പുതിയ ആശയങ്ങൾ തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ഇവർ പ്രയോഗിക്കുന്നതായിട്ട് കാണുന്നു. അത് വിജയത്തിലെത്താനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ഈശ്വരാധീന കുറവ് കാണിക്കുന്നുണ്ടെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ അതിൻ്റെ നേരെ വിപരീതമാണ് കാണിക്കുന്നത്. ശുക്രൻ ഗുണമാണ് 8-ൽ നിൽക്കുമ്പോൾ. മാത്രമല്ല
10-ൽ സഞ്ചരിക്കുന്ന കേതു പ്രവർത്തനങ്ങളിൽ തടസ്സവും പ്രശ്നങ്ങളും ഉണ്ടാക്കുമെങ്കിലും ഒടുവിൽ അതിന് വിജയം കണ്ടെത്തുമെന്ന് കാണുന്നുണ്ട്. 10-ാം ഭാവാധിപൻ 9-ൽ ഇത്തിരി ദോഷമായിട്ട് നിൽക്കുന്നു. 11-ൽ നിൽക്കുന്ന ചൊവ്വ ഏതു വിധേനയും തടസ്സങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് ഏതു വിധേനയും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാക്കാനും ഏർപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാനും പുതിയ ആഗ്രഹങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തിൽ ഊന്നിയ മനസ്സോടുകൂടി മുന്നോട്ട് പോകാനുമുള്ള ഒരു പ്രവണത സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവരുടെ ജന്മലഗ്നാധിപനാണ് 11-ൽ പോയി നിൽക്കുന്നത്. അതിൻ്റേതായ ഗുണമുണ്ടാകുമെന്ന് തന്നെ ചിന്തിക്കണം. മാത്രമല്ല 7-ാം ഭാവാധിപൻ്റെ 4-ലാണ് ഈ ജന്മലഗ്നാധിപൻ വന്ന് 11-ൽ നിൽക്കുന്നത്. അപ്പോൾ വിചാരിച്ച കാര്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് ഇവർക്ക് ഇവരുടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെ ചിന്തിക്കണം. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത, ചുറുചുറുക്ക് ഇതെല്ലാം ഉണ്ടാകുന്നു. മടി പിടിച്ചിരുന്ന കാലമൊക്കെ മാറുന്നു. അതുപോലെ ആരെയും പഴിച്ചുകൊണ്ടോ ഒക്കെ ഇരുന്നിരുന്ന ഒരവസ്ഥ മാറുന്നു. ഒരുപക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ ആളുകളുടെ ഉപദേശം, പ്രാപ്തിയുള്ളവരുടെ ഉപദേശം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഈ ആഴ്ചയിൽ. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്, ഇവർക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകാം. അതുപോലെ മാതാവിന് ആശങ്കകൾ അല്ലെങ്കിൽ മാതൃകുടുംബത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് രാഹു നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത മറക്കണ്ട. അതുകൊണ്ട് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് എന്തിനെ ചൊല്ലിയാണോ വിഷമിച്ചിരുന്നത് അതിൻ്റെ നേർവിപരീത ദിശയിൽ സന്തോഷത്തിൽ വിജയത്തിൽ കാര്യങ്ങൾ പര്യവസാനിക്കുമെന്ന് തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് മാതാവിനെ ഓർത്തുള്ള വിഷമമോ അല്ലെങ്കിൽ മാതാവിന് ഈ സന്താനങ്ങളെ ഓർത്തുള്ള വിഷമമോ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഗുണകരം തന്നെയാണ്. ഈശ്വരാധീനക്കുറവുള്ളത് കൊണ്ട് തന്നെ മഹാവിഷ്ണുവിനെ കൃത്യമായി ഭജിക്കുക എന്നതാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 16 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അത് ഗുണമാണ്. 3-ൽ സഞ്ചരിക്കുന്ന രാഹുവും ഗുണമാണ്. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഗുണമാണ്. എന്നാൽ അഷ്ടമത്തിലെ സൂര്യൻ അത്ര നല്ലതല്ല. അതും 9-ാം ഭാവാധിപൻ 8-ൽ പോയി നിൽക്കുന്നത് കൊണ്ട് പിതാവിന് ശാരീരികമായ അവശതയോ ചില കാര്യങ്ങളിലെങ്കിലും ധനുക്കൂറിന് ഭാഗ്യക്കേടോ ഉണ്ടാകാം. പ്രത്യേകിച്ച് 9-ാം ഭാവത്തെക്കൊണ്ടും 7-ാം ഭാവത്തെക്കൊണ്ടും 12-ാം ഭാവത്തെക്കൊണ്ടും വിദേശ കാര്യങ്ങൾ ചിന്തിക്കണം എന്ന പ്രമാണം വെച്ച് നോക്കുമ്പോൾ 9-ാം ഭാവാധിപൻ 8-ൽ പോയി നിൽക്കുന്നത് വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത താൽക്കാലികമാണ്. അതൊക്കെ മാറും. അതുപോലെ വിദേശത്ത് വസിക്കുന്നവർക്ക് അവിടുത്തെ താമസവുമായോ ജോലിയുമായോ പഠനവുമായോ ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പക്ഷേ അതിനും മാറ്റമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം 12-ാം ഭാവാധിപൻ 10-ൽ നിൽക്കുന്നു. അത് ഒരു ഗുണമാണ്. സ്വാഭാവികമായും ധനാധിപൻ അങ്ങോട്ടേക്ക് ദൃഷ്ടി കൂടി ഉള്ളതുകൊണ്ട് ഇവർക്ക് ഗുണത്തെ സൃഷ്ടിക്കും അല്ലെങ്കിൽ ഗുണത്തെ ഉണ്ടാക്കുമെന്ന് തന്നെ ചിന്തിക്കണം. താൽക്കാലികമായ വിഷമങ്ങൾ ഇവർക്ക് മാറുന്നതാണ്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് ഗുണകരമാണ്. പിന്നീട് ആഴ്ചയുടെ അവസാന ദിവസവും വളരെ ഗുണകരമായിട്ട് കാണുന്നു. ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിഷമഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് നല്ല വർത്തമാനങ്ങൾ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാന ദിവസത്തോ കേൾക്കാൻ ഇവർക്ക് സാധിക്കും. 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സർവ്വ നിവർത്തി വിഘ്നങ്ങളെയും മാറ്റിക്കൊണ്ട് നിവർത്തിക്കുള്ള, അതായത് കാര്യസാധ്യത്തിനുള്ള വാതിൽ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും. ശുക്രൻ 7-ൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല, പ്രത്യേകിച്ചും ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ. അതിന് മാത്രമേ 7-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ശുക്രൻ ദോഷത്തെ ചെയ്യൂ. ബാക്കി കാര്യങ്ങൾ പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളോ ജീവിത പങ്കാളിയുമായി ചേർന്ന് ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ശാരീരിക അവശതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ധനുക്കൂർ നക്ഷത്രത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്യണം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. അമിത വേഗത പാടില്ല. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയോടും തീയോടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. സഹോദരന്മാർക്ക് അത്ര നല്ലതല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇവർക്ക് ചിലപ്പോൾ ചില ചെറിയ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസം ഈ പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ടവർക്ക് സന്തോഷകരമായ വാർത്ത കേൾക്കാനും സാധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ണ് ശ്രദ്ധിക്കണം. നയനം, അതുപോലെ തന്നെ ഞരമ്പുകൾ,
ഹൃദയം, ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ത്വക്ക് സംബന്ധമായിട്ടും ചില അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാം സൂചനകളാണ്. 10, 11 ശേഷം 16 ഉച്ച കഴിഞ്ഞാണ് ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ താരതമ്യേന. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും അല്പം ദോഷാവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. 3-ൽ നിൽക്കുന്ന ശനിയാണ് ഇവർക്ക് അല്പമെങ്കിലും ഗുണം. 9-ൽ നിൽക്കുന്ന ചൊവ്വ പിതാവിനത്ര നല്ലതല്ല. അഷ്ടമത്തിലെ കേതു ഈ നക്ഷത്രക്കാർക്ക് തന്നെ അത്ര നല്ലതല്ല, അത് ശ്രദ്ധിക്കണം. 7-ൽ സഞ്ചരിക്കുന്ന ബുധനും 7-ൽ സഞ്ചരിക്കുന്ന സൂര്യനും ഗുണത്തെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ശുക്രൻ 6-ലാണ് വ്യാഴവും. അപ്പോൾ മകരക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. 3-ലെ ശനിയാണ് അവർക്ക് ഗുണമായി നിൽക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് വച്ചിട്ട് എല്ലാ മകരക്കൂറുകാർക്കും ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ ചോദിച്ചു കളയും ചിലർ. തീർച്ചയായിട്ടും എല്ലാ മകരക്കൂർക്കും അങ്ങനെ വരണമെന്നില്ല. കാരണം ഗോചരാൽ പറയുമ്പോൾ അല്ലെങ്കിൽ ചാരവശാൽ പറയുമ്പോൾ ഒരാഴ്ചയിൽ ഈ ഗ്രഹങ്ങൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ള ഒരു അനുമാനം വെച്ചിട്ടാണ് അത് പറയുന്നത്. മാത്രമല്ല ഗ്രഹനിലയിൽ ഈ അപഹാരം, ഛിദ്രം അതൊക്കെ എങ്ങനെ നിൽക്കുന്നു, ഗ്രഹനിലയിൽ ശുഭഗ്രഹങ്ങൾ എത്രത്തോളം ബലത്തോടെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു, ദോഷഗ്രഹങ്ങൾ ബലം കൂടി തന്നെ ഇഷ്ടഭാവങ്ങളിൽ നിൽക്കുന്നു, ഇതെല്ലാം ഗുണത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ചാരവശാലുള്ള ഈ ദോഷത്തെ അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. എന്നാൽ ദോഷാധിക്യമുള്ള ദശയുടെയോ അപഹാരത്തിൻ്റെയോ ഛിദ്രത്തിൻ്റെയൊക്കെ കാലമാണെങ്കിൽ ദോഷം സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതേ അല്ല. അത് പ്രത്യേകമായി ചിന്തിക്കുക. എല്ലാം കൂടി ചേർത്ത് വേണം കാര്യങ്ങൾ പറയാൻ. എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ല എന്നൊന്നും പറഞ്ഞ വിമർശനങ്ങളൊന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല. അവരുടെ തെളിവിലേക്കായി അവർക്കൊരല്പം തെളിമ കിട്ടാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്. 2ാം ഭാവത്തിലെ രാഹു, മുഖം, വാക്ക് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഇവരുടെ ബുദ്ധിപരമായ കാര്യങ്ങളിലും അന്യഭാഷയിലുള്ള ഇവരുടെ സ്വാധീനവുമൊക്കെ ഈ ആഴ്ച തിളങ്ങി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിശിഷ്യ ഉള്ള ബുദ്ധി, വേറിട്ട ബുദ്ധി, അതുകൊണ്ടൊക്കെ ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അപ്രതീക്ഷിതമായ ചില വിജയമോ സാമ്പത്തിക നേട്ടമോ ഒക്കെ ഉണ്ടാകും. 3-ലെ ശനി ഇവരുടെ ഔത്സുക്യത്തെ, ഇവരുടെ ചുണയെ, ഇവരുടെ സ്ഥൈര്യ മനസ്സിനെ, അതായത് സ്ഥിരതയോടുകൂടി നിൽക്കുന്ന മനസ്സിനെയൊക്കെ പിന്തുണയ്ക്കുകയേ ഉള്ളൂ. അതും വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ലതാണ്. വ്യാഴം 2ാം ഭാവത്തിലേക്ക് നോക്കുന്നതിനാൽ ധനപരമായിട്ട് ഇവർക്ക് നേട്ടമുണ്ട്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശിഷ്യ കഴിവുള്ളവർക്ക് തീർച്ചയായിട്ടും ധനം സമ്പാദിക്കാനുള്ള മാർഗം കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ആൾക്കാരുമായി സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ചേർന്ന് നിൽക്കുന്ന ദിവസങ്ങൾ ഇവരുടെ സാമ്പത്തിക നേട്ടത്തിലും പ്രവർത്തനത്തിലെ വിജയത്തിലും പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന പുരോഗതിയുള്ള മാറ്റത്തിനുമൊക്കെ ഗുണകരമാണ്. ഈ ആഴ്ചയിൽ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങൾ 12, 13 ആണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ജന്മത്തിൽ രാഹു, 7-ൽ കേതു, 6-ൽ സൂര്യനും ബുധനും. 6-ലെ ബുധൻ ദോഷമില്ല, 6-ലെ സൂര്യൻ നല്ലതാണ്, ദോഷമൊന്നും ചെയ്യില്ല. 5-ൽ നിൽക്കുന്ന ശുക്രനും വ്യാഴവും ഗുണമാണ്. 2-ലാണ് ശനി, അഷ്ടമത്തിൽ ചൊവ്വ. എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടഭാവത്തിൽ അനുകൂലമായി നിന്നാലും അഷ്ടമത്തിലൊരു ദുഷ്ടൻ നിന്നാൽ കഷ്ടമേ ജീവിതം എന്ന് പ്രമാണമുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ചൊവ്വ എട്ടി നിൽക്കുന്നത് ഇത്തിരി പ്രശ്നമുണ്ട്. ചൊവ്വയ്ക്ക് 3-ഉം 10-ഉം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് കർമ്മരംഗത്തുണ്ടാകാവുന്ന ചില വൈമുഖ്യങ്ങൾ, ചില പ്രശ്നങ്ങൾ ഇവരുടെ മനസ്സിനെ തളർത്താം. അത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വിഷമങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ ഭാഗ്യം ഇവർക്ക് വളരെ ശക്തമായി നിൽക്കുന്നു. എന്തു ദോഷമുണ്ടെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ, ഈശ്വരാധീനമുണ്ടെങ്കിൽ ഒന്നും വിഷയമാക്കേണ്ട കാര്യമില്ല. മുന്നോട്ട് ഈശ്വരൻ തന്നെ കൈപിടിച്ച് കൊണ്ടുപോകും. ആ അവസ്ഥ ഇവർക്കുണ്ട്. ദേവിയുടെയും ദേവൻ്റെയും അനുഗ്രഹം കൃത്യമായി 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. തങ്ങളുടെ കഴിവിനനുസരിച്ച് ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കും. ഈ വിഷമഘട്ടങ്ങളിലായാലും ഇവർക്കിപ്പോൾ ലോട്ടറി ഉൾപ്പെടെയുള്ള ഭാഗ്യം അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില മൈത്രി ഭാവങ്ങൾ, അതായത് ശത്രുതയിൽ നിന്നിരുന്നതിനെ മാറ്റിയെടുത്ത് മൈത്രി ഭാവത്തിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കും. മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ ഉണ്ടായിരുന്ന തർക്കങ്ങൾക്ക് മാറ്റമുണ്ടാവും. പിതാവുമൊത്ത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പിതാവിന് പുരോഗതി ഉണ്ടാവും. പിതാവുമായിട്ട് എന്തെങ്കിലും തർക്കമോ പ്രശ്നമോ കുടുംബവുമായോ കുടുംബത്തിൻ്റെ ഭാഗം വയ്ക്കലുമായോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാകും. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ഗുണമാണ് കാണുന്നത്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട്
അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ചിലപ്പോൾ കുടുംബത്തിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം. ചില യാത്രകൾ ചിലപ്പോൾ നടത്താം. അത് കുടുംബത്തിൽ നിന്ന് ഒരു അകൽച്ചയെ കാണിക്കുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കല്ലുകടിയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതിന് ഇടവയ്ക്കുന്ന സ്വഭാവങ്ങളുള്ളവർ വളരെ കരുതലോടുകൂടി ഇരിക്കുക. ഈ നക്ഷത്രത്തിൽപ്പെട്ട ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിതാവിനും ശാരീരികമായ അത്ര നല്ലതല്ല. നട്ടെല്ല് സംബന്ധമായോ അസ്ഥി സംബന്ധമായോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നല്ല ദിവസങ്ങൾ ഈ ആഴ്ചയിൽ 10, 11, പിന്നെ 14, 15, 16 ഉച്ചവരെ. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലെ ശുക്രൻ അനുകൂലമാണ്. 4-ലെ വ്യാഴം അത്രമേൽ അനുകൂലമല്ല. എന്നാൽ 5-ൽ നിൽക്കുന്ന സൂര്യൻ അത്ര നല്ലതല്ല, ബുധനും നല്ലതല്ല. 6-ലെ കേതു താരതമ്യേന ഗുണമാണ്. 7-ൽ നിൽക്കുന്ന ചൊവ്വ, ശനിയോടുകൂടി വീക്ഷണത്തിൽ നിൽക്കുന്ന ചൊവ്വ, കുടുംബ സംബന്ധമായ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ചെറിയ താളപ്പിഴകളോ പ്രശ്നങ്ങളോ കലഹമോ ഉണ്ടാകാം. ചില മൈത്രി ഭാവങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാകാം. പ്രണയബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഘ്നങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ ശുക്രൻ 4-ൽ നിൽക്കുന്നത് സർവ്വവിധത്തിലുള്ള ദോഷങ്ങളെയും തടുക്കുമെന്ന് വേണം. കാരണം 4 എന്ന് പറഞ്ഞാൽ കുടുംബം ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മയുടെ ഭാവമാണ്. സമൂഹമാവാം, ഓഫീസാകാം, തറവാടാകാം, സൗഹൃദങ്ങളാകാം. അപ്പോൾ അവിടെ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നു. ത്തിൽ നിൽക്കുന്ന ശനി, അവിടേക്ക് വീക്ഷിക്കുന്ന ചൊവ്വ. മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് തന്നെ കർക്കശത്തോടു കൂടി പറയുന്നു. കാരണം വാദസംബന്ധമായ അസുഖമുണ്ടാവുക, മറ്റേതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുക, ആ ഇൻഫെക്ഷൻ വേണ്ടത്ര പരിഗണന കൊടുക്കാതിരിക്കുക, സ്വാഭാവികമായും അത് മൂർച്ഛിക്കുക, ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അപകട സാധ്യതയെയും പൊള്ളലിനെയും തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടുകൂടി തന്നെ നേരിടണം. അതായത് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, സാഹസികമായ കർമ്മങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. വാഹനത്തിന് അമിത വേഗത പാടില്ല. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സ്പീഡ്, പ്രത്യേകിച്ചും യാന്ത്രിക ഉപകരണങ്ങൾ വഴി കർമ്മം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. മൂർച്ചയുള്ള ആയുധങ്ങൾ പോലെയുള്ളവയും ഭാരമുള്ള വസ്തുക്കളും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. തീയോടും വൈദ്യുതിയോടും ഇടപെടുമ്പോഴും ശ്രദ്ധ വേണം. സഹോദരങ്ങളുമായി കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായും മാറി നിൽക്കാനുള്ള സാധ്യതയോ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാൽ മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യതയോ ഒക്കെ കാണുന്നുണ്ട്. 12-ലെ രാഹു അനാവശ്യമായ ചിന്തകൾ, മരണഭയം ഉൾപ്പെടെയുള്ള നഷ്ടഭയം, രോഗഭയം, കടത്തെ ചൊല്ലിയുള്ള ഭയം, ഇങ്ങനെ വിവിധ ഭയങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിക്കും. അതും ശ്രദ്ധിക്കണം. ത്വക്ക് സംബന്ധമായി അലർജി അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. കണ്ണുകൾക്ക് വെറുതെയെങ്കിലും ചുമപ്പ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിലുമൊക്കെ ഈ റെഡ് സ്പോട്ടുകൾ വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫംഗസോ എക്സീമിയോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12, 13, പിന്നെ 16 ഉച്ച കഴിഞ്ഞും നല്ലതാണ്. ശനിദോഷ പരിഹാരത്തിന് ഏറ്റവും ഉത്തമമായത് കലിയുഗത്തിൽ നാമജപമാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. എത്ര വട്ടം ജപിക്കുന്നോ അത്രയും ഗുണം. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ നീരാഞ്ജനം അർപ്പിക്കുക. കടുംപായസം കഴിപ്പിക്കാം. അതുപോലെ തന്നെ കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കാം. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കാം. കറുത്ത പട്ട് സമർപ്പിക്കാം ശനീശ്വരനോ അയ്യപ്പസ്വാമിക്കോ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനോ. അതുപോലെ വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. ധനവരവിനും ധനത്തിൻ്റെ മുടക്കത്തിന് മാറ്റം വരാനും അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ബൃഹസ്പതിയുടെ സാന്നിധ്യം, അനുഗ്രഹം ആവശ്യമാണ്. അതുകൊണ്ട് ബൃഹസ്പതിയെ ധ്യാനിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പോവുക. പാൽപ്പായസ നൈവേദ്യം, അതുപോലെ നെയ്വിളക്ക് കത്തിക്കൽ, മഞ്ഞപ്പട്ട് സമർപ്പിക്കൽ, ഇതൊക്കെ ആവാം. ഏറ്റവും പ്രധാനം ജപം ഓം നമോ നാരായണായ. അടുത്തത് നാഗദോഷത്തിനാണ്. നാഗദോഷ പരിഹാരത്തിനായിട്ട് ഓം നാഗായ നമ എന്ന് ജപിക്കാം, അല്ലെങ്കിൽ ഓം അനന്തായ നമ എന്ന് ജപിക്കാം. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക, നൂറും പാലും നൽകുക. ഒന്നുകിൽ ആയില്യ ദിവസം, അല്ലെങ്കിൽ ഈ ദുരന്തം അല്ലെങ്കിൽ ദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാരുടെ ദിവസം. ഓം
ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്ന് ഗണപതിയുടെ മന്ത്രങ്ങൾ ജപിക്കുക. കേതുദോഷ പരിഹാരത്തിന്, അല്ലെങ്കിൽ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കറുകമാല അർപ്പിക്കുക ഗണപതിക്ക്, തേങ്ങ ഉടയ്ക്കുക, അതുപോലെ തന്നെ ഉണ്ണിയപ്പ നിവേദ്യവും വളരെ നല്ലതാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.